അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. സൂറത്തു അഹ്സാബിൻ്റെ തുടക്കത്തിലാണ് ഉള്ളത്. സൂറത്തു അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യശക്തികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജ്റ 5-ാം കൊല്ലത്തിലുണ്ടായ ഒരു യുദ്ധമാണ് ഉസ്വത്തുൽ അഹ്സാബ്, സഖ്യശക്തികളുടെ യുദ്ധം. മുശ്രിക്കീങ്ങളും യഹൂദുകളും നസാറാക്കളും മദീനത്തിലില്ല. പിന്നീട് മുനാഫിക്കുകളും എല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് യഹൂദുകളുടെ എല്ലാ ഗോത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിയിലേർപ്പെട്ട് യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഗോത്രങ്ങൾ വരെ നബിക്കെതിരിൽ അണിനിരന്നുണ്ടാക്കിയ ഒരു യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. അപ്പോൾ അതിൻ്റെ പരാമർശങ്ങൾ താഴെ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ദത്തുപുത്രന്മാർ യഥാർത്ഥ പുത്രന്മാരുടെ സ്ഥാനത്തല്ല എന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ ശരീഅത്തിൻ്റെ പഞ്ചലക്ഷ്യങ്ങളുണ്ട്. മഖാസിദു ശരീഅത്തിൽ ഇസ്ലാമിയ എന്നാണ് അതിന് പറയാം. അതായത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതിൽ ഒന്ന് ഹിഫ്ളുദ്ദീൻ എന്നാണ്, മതം സംരക്ഷിക്കണം. അതാണ് ശരീഅത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. മതം സംരക്ഷിക്കുക എന്നാൽ മതവിശ്വാസം എന്താണ് എന്നറിയുക, മതവിശ്വാസത്തിൽ കലർപ്പ് ഉണ്ടാകാതിരിക്കുക, അനാചാരങ്ങളില്ലാതിരിക്കുക, പ്രമാണങ്ങളിൽ നിന്ന് മതം മനസ്സിലാക്കുക, ആ മതം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും വളർത്തുക. അതാണ് ഹിഫ്ളുദ്ദീൻ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ഒരു ലക്ഷ്യം ഹിഫ്ളുൻ നഫ്സാണ്, ശരീര സംരക്ഷണം. അന്നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സുൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുക. അതായത് അക്രമം പാടില്ല, ചതിക്കാൻ പാടില്ല, അതുപോലെ മറ്റു തരത്തിൽ മറ്റുള്ളവരുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ ശരീരത്തിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള
യാതൊരു തരത്തിലുള്ള കൊലയും അക്രമങ്ങളും കലഹങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഏതൊരു നഫ്സിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, അകാരണമായിട്ടല്ലാതെ. എന്നാൽ നഫ്സിനെ കൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്. ഇസ്ലാമിൽ എറിഞ്ഞു കൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്, കൊന്നവനെ കൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്, അടിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, കൈ മുറിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ ഹിഫ്ളുൻ നഫ്സിനെതിരല്ല. അത് മനുഷ്യ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചില ഒറ്റപ്പെട്ട ശിക്ഷാമുറകൾ മാത്രമാണ്. അപ്പോൾ ഹിഫ്ളുൻ നഫ്സ്, ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ഒരു തരത്തിലും നമ്മളാൽ മറ്റൊരാൾക്ക് മുറിവേൽക്കുന്ന, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന, അത് ഏത് വർഗത്തിലും ജാതിയിലും പെട്ടവരാവട്ടെ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. ശരീഅത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം അൽ ഈമാനു ബിളുൻ വസബഊന ശുഅബ, ഈമാൻ എന്ന് പറയുന്നത് 70 ചില്ലാനം ശാഖകളാണ് എന്ന് നബി പറഞ്ഞു. അതിൽ ഇലാഹ, ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും അദ്നാഹ ഇമാത്തത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക. മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഉപദ്രവം കണ്ടാൽ, മനുഷ്യൻ്റെ സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കല്ലോ കുഴിയോ മുള്ളോ അല്ലെങ്കിൽ ഉപദ്രവകരമാവുമെന്ന് തോന്നുന്നതോ ഉണ്ടെങ്കിൽ, എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ശേഷം ആര് വന്നാലും അവർക്കത് പറ്റരുത് എന്ന ഒരു വിചാരം വിശ്വാസി മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുക. ഹിഫ്ളുൻ നഫ്സ് അതാണ്. അതുപോലെ ഇർള്, അഭിമാനം, മറ്റൊരാളുടെ അഭിമാനത്തിന് തടസ്സമാകുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതാണ് പഞ്ചലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേത് ഹിഫ്ളുൻ നഫ്സാണ്. മൂന്നാമത്തേതാണ് ഈ വിഷയം ഹിഫ്ളുൻ നസ്ൽ എന്നാണ്. ഹിഫ്ളുൻ നസ്ൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരമ്പര സംരക്ഷിക്കുക. അത് മഖാസിദ് ശരീഅത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ, ഒരു അന്യ സ്ത്രീയുമായി ഖൽവത്ത് പോലും പാടില്ല എന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഒരു അന്യ സ്ത്രീയും നമ്മളും ഒറ്റക്കൊരു സ്ഥലത്ത് ഒരു തെറ്റ് ചെയ്യാനുള്ള സാധ്യത വരുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഖൽവത്ത്. വളരെ സൂക്ഷിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത് ഹിഫ്ളുൻ നസ്ലാണ്. നമ്മുടെ പാരമ്പര്യം, ഇതാരുടെ കുട്ടിയാണ്, ഇത് ഇന്ന ആളുടെ കുട്ടിയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയണം. അതാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ മകളാണ് എന്ന് പറയാൻ കഴിയണം. അതിന് തടസ്സമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കലർപ്പ് ഉണ്ടാവാതിരിക്കാനാണ് വലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത്. നേരെ മറിച്ച് വലാ തഖറബുസിന, വ്യഭിചാരത്തിനോട് അടുക്കരുത്. അതിലേക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വരെ അകന്ന് നിന്നിട്ട് നമ്മുടെ സന്താന പരമ്പരകൾ നമ്മുടേതാണ് എന്ന് നമുക്കും സമൂഹത്തിനും എല്ലാവർക്കും ഉറപ്പാകുന്ന വിധത്തിൽ സന്താന പരമ്പരകളെ സംരക്ഷിക്കണം. അത് ശരീഅത്തിൻ്റെ ഒരു നിയമമാണ്. അതിന് വിരുദ്ധമാണ് ഈ തബന്നി, ദത്തെടുക്കൽ. സെയ്ദ് ബിൻ മുഹമ്മദ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഒരു ഒരു ഇതുണ്ടല്ലോ. മുഹമ്മദ് നബിക്ക് ഏത് ഭാര്യയിൽ നിന്നാണ് സെയ്ദ് ഉണ്ടായത്? അതുണ്ടായിരുന്നല്ലോ. അത് ഏതോ ഒരു സ്ത്രീയുടെ ഏതോ ഒരു ഉമ്മാൻ്റെ മകനാണല്ലോ സെയ്ദ്. പിന്നെ മുഹമ്മദ് നബിയിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അത് അറബികളുടെ ഒരു പാരമ്പര്യമായിരുന്നു. ദത്തെടുക്കുന്ന കുട്ടിയെ തന്നിലേക്ക് ചേർത്തി പറയുക എന്നത് അത് പാടില്ല എന്ന് തന്നെയാണ് ഈ ആയത്തോടുകൂടി ഇസ്ലാം ഹിഫ്ളുൻ നസ്ലിനെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. അതാണ് ഹിഫ്ളുദ്ദീൻ, ഹിഫ്ളുൽ നഫ്സ്, ശരീരത്തിനെ സംരക്ഷിക്കുക, ഹിഫ്ളുൻ നസ്ല്, പരമ്പരയെ സംരക്ഷിക്കുക. നാലാമത്തേത് എന്താണ്? ഹിഫ്ളുൽ അഖ്ല്, ബുദ്ധിയെ സംരക്ഷിക്കുക.
ബുദ്ധിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധയുണ്ടാകുന്ന അല്ലെങ്കിൽ ബുദ്ധിക്ക് മാന്ദ്യം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഹിഫ്ദുൽ അഖ്ൽ, ബുദ്ധിയെ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് മദ്യം, എല്ലാ തരത്തിലുള്ള മുസ്കിറാത്തുകൾ, മുഖദ്ദിറാത്തുകൾ, അതായത് നാർക്കോട്ടിക്കുകൾ, അതൊക്കെ ബുദ്ധി അള്ളാഹു തന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ബുദ്ധി. ഒരു മനുഷ്യ സൃഷ്ടിക്ക് അള്ളാഹു ശ്രേഷ്ഠമാക്കിയത് അതുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കണം. ബുദ്ധിക്ക് അപകടം പറ്റുന്ന തരത്തിലുള്ള ഏതുവരെ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കുകൾ വരെ ഇസ്ലാം വിരോധിച്ചു. മ്യൂസിക്കുകൾ വരെ. അതെന്താ കാരണം? അതിങ്ങനെ കൂടുതലാകുമ്പോൾ നമ്മളെ ചിന്ത മാറും, നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകും. മ്യൂസിക്കുകളെ കൊണ്ട് മനുഷ്യനെ ഏത് തരത്തിലും മനുഷ്യനിട്ട് അമ്മാനാടാനും അവൻ്റെ സ്വബോധം നഷ്ടപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് മസാമീറുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പാട്ട് അങ്ങനെയുള്ളതൊക്കെ നബി അനുവദിച്ചു. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തകരാറാകുന്ന ഒരു കാര്യവും മനുഷ്യനുണ്ടാവാൻ പാടില്ല. അത് ചെറിയതാണെങ്കിൽ പോലും അത് പാടില്ല. ഹിഫ്ദുൽ അഖ്ൽ നാലാമത്തേത്. അഞ്ചാമത്തേത് ഹിഫ്ദുൽ മാല്. മഖാസിദു ശരിയ, ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങളാൽ പെട്ടതാണ്. അഞ്ചാമത്തേത് മാല്, ഹിഫ്ദുൽ മാല്. സമ്പത്ത് സംരക്ഷിക്കണം. അന്യായമായ മാർഗത്തിൽ സമ്പാദിക്കരുത് എന്നതൊന്ന്. രണ്ട്, സമ്പാദിച്ച സമ്പത്ത് ഒരു അണാപ്പൈ പോലും അന്യായമായി നമ്മൾ ദൂർത്തടിച്ച് കളയാൻ പാടില്ല, അനാവശ്യമായി കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിനാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് ഹിഫ്ദുൽ മാൽ. ഒരു വിഷയത്തിലും ദൂർത്തടിക്കാൻ, ഒഴുകിപ്പോകുന്ന പുഴയുടെ അടുത്ത് നിന്ന് ഉളു ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഉളുവിന് ആവശ്യത്തിനേ വെള്ളം പുഴയിൽ നിന്ന് എടുക്കാവൂ. പുഴയിൽ നിന്നൊന്ന് കാര്യമായിട്ട് കുറച്ചധികം വെള്ളം എടുത്ത് ഒന്നുണ്ടാക്കിയാൽ പുഴയിൽ വെള്ളത്തിന് കുറവൊന്നുമില്ലല്ലോ, ഒഴുകി പോകേണ്ട വഴിയല്ലേ, വെള്ളം അങ്ങനെ മലയിൽ നിന്ന് വരില്ലേ. എന്നാൽ എന്താ കുറച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞില്ല, വലൗകുൻ തഅലാ നഹരിൻ ജാരിൻ. സഅദ് ഇബ്നു അബീ വഖ്ഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞതാണ്. സഅദ് റളിയല്ലാഹു അൻഹു വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ അത്രമാത്രം ദൂർത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു. എന്താണ്? ഹിഫ്ദുൽ മാല് മഖാസിദ് ശരീഅത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ ഉദൂഹും ലി ആബാഇഹിം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് പിന്നെ അതൊരു ഭാഷാ നിയമമാണ്. ഇപ്പം ദഅ യദഉ എന്നുള്ള വാവ് കൊണ്ടാണ് അതിൻ്റെ മുളാരി അവസാനിക്കുക. ഇപ്പം ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെയുള്ള. അത് ദഅ എന്നുള്ള അലിഫ് ഏതാണെന്നറിയാം, ദഅവ എന്ന്, വാവിയായ ഒരു ക്രിയയാണ്. അപ്പോൾ ദഅവ യദഉ, അതിന് ഒരു അമ്ര, അതായത് കൽപ്പനാക്രിയയായിട്ട് വരുമ്പോൾ ഉദഉ എന്നാണ് പറയേണ്ടത്. അതാണ് കൊടുക്കേണ്ടത്. യഹ്ദിന ഹദാ യഹ്ദി എന്നാണ്, അത് യാ ആണ്. ദഅ യദഉ വാവല്ലേ അവസാനത്തിൽ. അപ്പോൾ ഉദഉ. ഹദാ യഹ്ദി, അവിടെ എന്താണ്? ഇഹ്ദി. നജാ യൻജു, അപ്പം എന്തായിരിക്കും? ഉൻജു എന്നായിരിക്കും. നജാ യൻജു അല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഭാഷാ നിയമം. അത് നമ്മൾ പെന്നും നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനാവുള്ളൂ. ഒരു ബോർഡും പെന്നും നോട്ട് ബുക്ക് ഉണ്ടെങ്കിലേ അയിമക്കാണ്ട് എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ വല്ല ഒഴിഞ്ഞു പോകും. അതാ ഒന്നാമത്തെ അക്ഷരത്തിനുള്ള ഒരു നിയമമാണ് അത്. അപ്പോൾ ആവട്ടെ, ഉദൂഹും എന്നാണ് അത്. ആ ഉദൂഹും എന്നത് അതിൻ്റെ മേലെ ഊന്നില്ല, സ്വാദാണുള്ളത്. അതെന്താ കാരണം? ആ അലിഫ് സൈലൻ്റ് ആകും കൂട്ടി വായിക്കുമ്പോൾ. ഒറ്റക്ക് ആ അലിഫ് കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ആ അലിഫിന് ഹറക്കത്തുണ്ടാവും, ഊ എന്ന് പറയും. ഇഖ്റ വഖ്റ എന്നാ പറയുക, ഇഖ്റ എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ഉദൂഹും, അതിന് നമ്മൾ ആ ആയത്ത് അവിടെ വെക്കണില്ല എന്ന് വിചാരിക്കുക. എന്നാൽ നമ്മളെങ്ങനെ ഓതൽ?
വഹുവ യഹ്ദി സബീല ദുഊഹും. അവിടെ അലിഫ് സൈലൻ്റ് ആവും. യഹ്ദി സബീല. അവിടെ യഹ്ദി സബീൽ എന്ന ആയത്ത് അവസാനിച്ചത് കൊണ്ട് ഉദൂഹും, ആ കുട്ടികളെ നിങ്ങൾ വിളിക്കുക. ഏത് കുട്ടികളെ? നിങ്ങൾ ദത്തെടുക്കുന്ന കുട്ടികളെ നിങ്ങൾ വിളിക്കുക. ലി ആബാഇഹിം, അവരുടെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക. ലി ആബാഇഹി എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവിലേക്ക്. സെയ്ദിൻ്റെ ഈ സെയ്ദ് എന്നുള്ള കുട്ടിയുടെ പിതാവ് മുഹമ്മദ് അല്ലല്ലോ. പിന്നെ പിതാവ് എന്ത് ചെയ്യുന്നു? ഹാരിസത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് സഹാബിമാർ വരെ വിളിച്ചിരുന്ന ആ പേര് മാറ്റിയിട്ട് സെയ്ദ് ബിൻ ഹാരിസത്ത് എന്നാണ് പിന്നീട് ആ കുട്ടിയെ വിളിച്ചത്. പിന്നീട് ആ ജാഹിലിയത്ത് ഇസ്ലാം അവസാനിപ്പിക്കുകയാണ്. ഉദ്ഊഹും ലി ആബാഇഹിം, അവരെ അവരുടെ പിതാവിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക. അതുകൊണ്ടായിരിക്കണം ഈ ഇപ്പം നമ്മളെ ഇവിടെ മുഹമ്മദ്, ടി മുഹമ്മദ്, പി മുഹമ്മദ് എന്നൊക്കെ പറയാം. അത് ഏതെങ്കിലും ഒരു പറമ്പിൻ്റെ പേരോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇസ്ലാമിക പാരമ്പര്യത്തിൽ മുഹമ്മദ് അഹമ്മദ് അല്ലെ മുഹമ്മദ് ബിനു അഹമ്മദ് അല്ലെ അഹമ്മദ് ബിനു അബ്ദുള്ള, പിതാവിലേക്ക് ചേർത്താൽ വിളിക്കുക. അതാണ് അതിൻ്റെ യഥാർത്ഥ മാർഗം, യഥാർത്ഥ വഴി. അതാണ് നമ്മൾ ടി പി എന്നൊക്കെ പറഞ്ഞ് ഒരു പറമ്പ്, തേക്കുംകാട്ടിൽ നിന്നുള്ളൊരു പറമ്പ് ടി കെ എന്നായി. ഞാൻ വേറൊരു സ്ഥലത്ത് മാറി താമസിച്ച് ചങ്ങണക്കാട്ടിലാവുമ്പോൾ അപ്പോഴും തേക്കുംകാട്ടിൽ നിന്ന് അവനെ പറയാം ടി കെ. ഒരർത്ഥമില്ല. പക്ഷേ നമ്മളൊരു ശൈലിയാണ്, ഇതൊരു തെറ്റാതെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ശൈലി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പിന്നെ ബാപ്പാൻ്റെ പേരിലേക്കാണ് ചേർത്ത് പേരിടൽ. നമ്മളെ മലയാളികൾ വരെ പലരും ബാപ്പാൻ്റെ പേരിലേക്ക് ചേർത്തിടലാണ്. ഈ പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കിയാൽ മതി. അത് ഉദ്ഊഹും ലി ആബാഇഹിം, അവരുടെ പിതാവിലേക്ക് ചേർത്ത് നിങ്ങൾ അവരെ വിളിക്കുക. ഹുവ അഖ്സത്തു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അഖ്സത്ത്, നീതിയായിട്ടുള്ളത്. അതായത് ഏറ്റവും ശരിയായ മാർഗം അതാണ് അഖ്സത്തു ഇൻദല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശരിയായ മാർഗമാണ്. ഫഇല്ലം തഅലമൂ ആബാഅഹും, ഇനി അവരുടെ പിതാവിനെ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, അതായത് എവിടുന്നോ കിട്ടിയ കുട്ടിയാണ്, ഇപ്പോൾ യുദ്ധത്തിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന കുട്ടികൾ, ഏത് വാപ്പര അറിയില്ല. അതുപോലെ തന്നെ പിന്നെ അങ്ങാടികളിൽ നിന്നൊക്കെ അന്ന് പിടിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി തൊട്ടി ഇറക്കി, ബക്കറ്റ് ഇറക്കി നോക്കിയപ്പോഴാണ് ഒരു കുട്ടീനെ കണ്ടതും യാ ബുശ്റാഹദ ഗുലാം, സന്തോഷം, എന്തൊരു സന്തോഷം, അതിലൊരു കുട്ടി ഇതാന്ന് പറഞ്ഞു. ജാരാണ്, ഏതാ, എൻ്റെ ബാപ്പ ഏതാണെന്നൊന്നും ഓല് ചോദിച്ചിട്ടില്ലല്ലോ. ആ കുട്ടീനേറ്റ് കൊണ്ടുപോയി അങ്ങാടി കൊണ്ടുപോയി വിറ്റു ഈജിപ്തിൽ. അവിടുന്ന് ഒരു അസീസ് എന്ന് പറഞ്ഞ ആൾ വാങ്ങി. അപ്പം ആരെ മോനാണ്, ഏത് അമ്മാൻ്റെ പേരെന്താ, വാപ്പാൻ്റെ പേരെന്താ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അവിടെ യൂസുഫ് അവിടെ വളരുകയാണ്. കുറേ കാലം കഴിഞ്ഞ്, വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് യാക്കൂബിൻ്റെ പുത്രനാണ് എന്ന് അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ട അവരുടെ സംസ്കാരം അതായിരുന്നു. അതുകൊണ്ടാണ് ഫഇല്ലം തഅലമൂ ആബാഅഹും, നിങ്ങൾ അവരുടെ പിതാക്കന്മാരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആരെ പേരിലാണ് വിളിക്കുക? ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മളെ സഹോദരൻ എന്നേ പറയാൻ പാടുള്ളൂ. ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് കണ്ടാൽ മതി. ഫിദ്ദീൻ, മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ. സഹോദരൻ എന്ന് പറയുമ്പോൾ ശരിക്കുള്ള ഉടപ്പറന്ന സഹോദര സഹോദരി എന്നുള്ള അർത്ഥമല്ല. എല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികളൊക്കെ സഹോദരന്മാരാണ്. അങ്ങനെ മതി. ഓ മവാലിക്കും, അതുപോലെ നിങ്ങളുടെ മൗലകളുമാണ്, നിങ്ങളുടെ ബന്ധുക്കൾ. മൗലക്ക് ഒരുപാട് അർത്ഥമുണ്ട്. യജമാനൻ എന്നർത്ഥമുണ്ട്. അള്ളാഹു മൗലാന, നമ്മുടെ യജമാനൻ അള്ളാഹു. അതുപോലെ തന്നെ മൗല എന്ന് പറഞ്ഞാൽ ഒരു യജമാനൻ തൻ്റെ അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ആ മോചിപ്പിക്കപ്പെട്ട അടിമക്കും മൗല എന്നർത്ഥമുണ്ട്. മൗല. ഇപ്പം സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അടിമയായിരുന്നു സാലിം. പിന്നീട് ആ അടിമയെ മോചിപ്പിച്ചു. അതുകൊണ്ട് ആ സാലിമിൻ്റെ പേരുണ്ടായിരുന്നു എന്താ? അവൻ്റെ ബാപ്പ ഏതാന്ന് ആ പേരിലല്ല, അബൂ ഹുദൈഫൻ്റെ മൗല എന്നാണ് പറയുന്നത്. അപ്പം മൗല യജമാനനും അടിമക്കും പറയുന്ന ബന്ധു എന്ന അർത്ഥത്തിലും പറയും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കുട്ടികളെ പിന്നെ ഏതാ ബാപ്പ, കുട്ടീൻ്റെ ബാപ്പ ഏതാണെന്ന് അറിയില്ലെങ്കിൽ
അവനെ പോറ്റി വളർത്തുന്ന വീട്ടുകാരൻ്റെ വാപ്പ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. നേരെ മറിച്ച് അതിൻ്റെ ഒരു സഹോദരനാണ്, അതിൻ്റെ ഒരു ചെറിയ സഹോദരനാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു എൻ്റെ ഒരു ബന്ധുവാണ്, എൻ്റെ ഒരു മൗലയാണ്, ബന്ധുവാണ്, അത് പറഞ്ഞാൽ മതി. ഫഇല്ലം തഅലമു അബാഹും. നമ്മളെ നാട്ടിൽ ഈ ആയത്തിൻ്റെ ആ ഒരു സംസ്കാരം ഇല്ല. എന്നാലും ഒറ്റപ്പെട്ടതെങ്കിലും ആയിട്ട് കുട്ടികളും മക്കളും ഇല്ലാത്ത ആളുകൾ മറ്റുള്ള കുട്ടികളെ ദത്തെടുക്കാറുണ്ട്. എന്നിട്ട് നമ്മളെ മക്കളാണ് എന്ന് പറയാറുണ്ട്. അത് പാടില്ല എന്ന് തന്നെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വലൈസ അലൈക്കും ജുനാഹുൻ, എന്നാൽ നിങ്ങൾക്ക് ജുനാഹില്ല, തെറ്റില്ല. ഫീമാ അഖ്തഅ്തും ബിഹി, നിങ്ങളുടെ നിങ്ങൾ പിഴച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ തെറ്റില്ല. കാരണം ഇതുവരെ അവർ സഹാബിമാരും വിളിച്ചിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദാണ്. അതുപോലെ ഇപ്പോൾ നമുക്കും അങ്ങനെ ഒരു ദത്തുപുത്രനുണ്ട്, ഇതുവരെ എൻ്റെ മോനാണ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് നമ്മൾ പിഴച്ച് ചെയ്തതാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ആ വാക്ക് അവസാനിപ്പിക്കണം, അത് പറയാൻ പാടില്ല. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅ്തും ബിഹി, ഖതഅ് പറ്റിയ വിഷയത്തിൽ, ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് ഖതഅ് പറ്റിയോ പിഴവ് പറ്റിയോ അതുകൊണ്ട് കുറ്റമില്ല. അടിയിൽ നിങ്ങൾ ഇസ്ലാമിലൊരു നിയമം ഉണ്ടായപ്പോൾ ആ നിയമത്തിന് വിരുദ്ധമായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ അല്ലാഹു തആല അതിൽ നിന്നാണ്ട് മോചിപ്പിച്ച് സമാധാനിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വലാക്കിൻ, പക്ഷേ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കരുതിക്കൂട്ടി, മനസ്സ് കരുതിക്കൂട്ടി ചെയ്തതിനാണ് കുറ്റം. ഇസ്ലാമിൽ അതാണ്. പിഴച്ചു പോയാൽ കുറ്റമില്ല, മറന്നുപോയാലും കുറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി അത് പറഞ്ഞിട്ടുമുണ്ട്. എന്താണ്? എൻ്റെ സമുദായത്തിൽ 2 കാര്യത്തിൽ വിട്ടുവീഴ്ച അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒന്ന് മറന്നു പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റമില്ല. അതുപോലെ തന്നെ പിഴവ് പറ്റിപ്പോയി, അതുകൊണ്ടും കുറ്റമില്ല. എന്നാൽ ചില പിഴവിനൊക്കെ കുറ്റമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റമില്ലെങ്കിൽ, കുറ്റത്തിൽ നിന്ന് മോചിതമാകണമെങ്കിൽ കഫാറത്ത് കൊടുക്കണം. ഏതാണ്? ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അബദ്ധവശാൽ ഒരാളെ ചെന്ന് മുട്ടി, അയാൾ മരിച്ചുപോയി. എന്നാൽ അത് പൊറുക്കപ്പെടണമെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം. അതാണ് കുറ്റം, അതാണുള്ളത്. അപ്പോൾ അഖ്തഅ്തും ബിഹി, നിങ്ങൾ പിഴച്ചു പോയതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വലാക്കിൻ, പക്ഷേ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സുകൾ തഅമ്മദ എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ബോധപൂർവം ചെയ്തതിനാണ് കുറ്റമുള്ളത്. വക്കാന അല്ലാഹു ഗഫൂർ റഹീമ, അല്ലാഹു തആല പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് പണ്ടങ്ങനെ വിളിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് അല്ലാഹു തആല പുറത്തു തരും. അള്ളാഹ് നിങ്ങളോട് കരുണ കാണിക്കൊഞ്ഞ് ചെയ്യരുത്. കരുതിക്കൂട്ടി, അതൊരു പൊതു തത്വമാണ്. കരുതിക്കൂട്ടി ഒരു തെറ്റ് ചെയ്തരുത്. അബദ്ധവശാൽ ചെയ്തു പോയാൽ അതിന് കുറ്റമില്ല. ഇനി അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു, നീ നബിയുടെ ഒരു സ്ഥാനം, വിശ്വാസികളും നബിയും തമ്മിൽ എന്താണ്? അന്യന്മാരല്ല. വിശ്വാസികളും നബിയും തമ്മിൽ ഒരു അന്യന്മാരുള്ള നബി, അത് വേറെ അബ്ദുള്ളയുടെ മകൻ, ഞാൻ അബൂബക്കറിൻ്റെ മകൻ എന്നിങ്ങനെ ഒരു അന്യസ്ഥാനം നബിക്ക് കൽപ്പിക്കാൻ പാടില്ല നബിയുടെ ഭാര്യമാർക്കും. അതുകൊണ്ടാണ് നബിയു, നബി ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധുവാണ്. മിൻ അൻഫുസിഹിം, അവരെക്കാളെല്ലാം, അവരുടെ സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികളോട് ഏറ്റവും ഔല, അടുപ്പമുള്ള ബന്ധം, ആ ബന്ധുത്വമാർക്കുള്ളത് നബിക്കാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, നബിയെ, എൻ്റെ ശരീരം കഴിച്ചാൽ എനിക്ക് നിങ്ങളാണ് പിന്നെ വലിയത്. എൻ്റെ കാര്യം അതാണ്, എൻ്റെ കാര്യം എൻ്റെ ശരീരം കഴിച്ചാൽ പിന്നെ അതാണ് നിങ്ങൾക്ക്, എനിക്ക് ബന്ധം ഏറ്റവും വലിയത് നിങ്ങളാണ്, ഏറ്റവും അടുപ്പമുള്ളത്. അപ്പോൾ നബി പറഞ്ഞു, ലായാവ് പോരാ പറയാം, നിൻ്റെ ശരീരത്തിനേക്കാളും നീ എന്നെ ഇഷ്ടപ്പെടണം. അപ്പോൾ പറഞ്ഞു, ഇല്ല, പിന്നെ അൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നാണ് ഓർമ്മ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ പറഞ്ഞു, ലാ ഉമർ, അത് പോരാ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, എൻ്റെ നഫ്സിനേക്കാളും അൻത അഹബ്ബു ഇലയ്യ വല്ലാഹി യാ റസൂലല്ലാഹ് അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തിനേക്കാളും താങ്കളാണ് എനിക്കിഷ്ടപ്പെട്ടവൻ. അപ്പോൾ നബി പറഞ്ഞു, അൽ ആന
യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത്. അപ്പം നമ്മളെ ശരീരത്തിനേക്കാളും നമ്മൾ നബിയെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മനസ്സിൻ്റെ താല്പര്യവും നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കാളും നബിയുടെ കൽപ്പനക്കായിരിക്കണം പലപ്പോഴും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഇവിടെയാണ് ഈ സുന്നത്ത് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂലൊരു കാര്യം കൽപ്പിച്ചിട്ട് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമ. ഒരു ഇതിൽ തന്നെ വരുന്നുണ്ട്, ഇല്ല, നിൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. അവരുടെ ഇടയിൽ വരുന്ന ഒരു പ്രശ്നത്തിന് താങ്കളെ വിധികർത്താവാക്കുകയും താങ്കളുടെ വിധി അവർക്ക് അനുകൂലമല്ലെങ്കിൽ പോലും താങ്കളുടെ വിധി അവർ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്യാത്ത കാലത്തോളം അവർ വിശ്വാസികളല്ല. അപ്പം നമ്മളുടെ താല്പര്യത്തിനേക്കാളും നമ്മളെ നഫ്സിനേക്കാളും നമ്മുടെ ആഗ്രഹത്തിനേക്കാളൊക്കെ റസൂലായിരിക്കണം നമുക്ക് ഔല. അൻ നബിയു ഔല, നബി ഏറ്റവും അടുത്ത ബന്ധുവാണ്. ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധുവാണ്. മിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാളും. പിന്നെ വ അസ്വാജുഹു, നബിയുടെ ഭാര്യമാർ. ഉമ്മഹാത്തുഹും, ആ മനുഷ്യന്മാരുടെ ഉമ്മമാരുമാണ്. നബിയുടെ ഭാര്യമാർ ചെറിയപ്രായക്കാരായ ആളുകളാണെങ്കിൽ പോലും വിശ്വാസികളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാ പറയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് നബിയുടെ ഭാര്യമാർ. അവർക്ക് നബി, ആ ഭാര്യമാർക്ക് അല്ലാഹു തആല നൽകിയ ഒരു വലിയ സ്ഥാനമാണ്. എല്ലാ വിശ്വാസികളെക്കാളും ഉയർന്ന ഉമ്മയുടെ ബന്ധം, സ്ഥാനം ചെറിയതൊന്നുമല്ലല്ലോ. അതുപോലെ വലിയ ഒരു സ്ഥാനമാണ് ഉമ്മഹാത്തിന് ഉള്ളത്. അതാണ്. പിന്നെ വ ഉലുൽ അർഹാമി, എന്നാൽ ഉലുൽ അർഹാം, രക്തബന്ധമുള്ളവർ. റഹിമ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗർഭപാത്രം എന്നാ. ഗർഭപാത്രത്തിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളവർ. ബഅ്ളുഹും, അവരിൽ ചിലർ ഔലാബി ബഅ്ളിൻ, മറ്റു ചിലരെക്കാളും അടുത്തവരാണ്. ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ. ഇപ്പം മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്ത അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തിനേക്കാളും അടുത്ത ആളാണെന്ന് പറയുമ്പോൾ, എന്നാൽ ഒരാൾ മരിച്ചാൽ, സഹാബി മരിച്ചാൽ സമ്പത്ത് ഓരിയൊക്കെ ഉണ്ടായിടത്ത് അത് നബിക്കല്ല കൊടുക്കേണ്ടത്, അത് അവരുടെ ബന്ധുക്കൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള സ്ഥാനത്ത് ഉമ്മാത്തുൽ മുഅ്മിനീന വിചാരിച്ച് ഉമ്മാൻ്റെ ഓഹരി നബിയുടെ ഭാര്യമാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, അനന്തരാവകാശത്തിൻ്റെ പ്രശ്നത്തിൽ ഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാബി ബഅ്ളിൻ, കുടുംബബന്ധമുള്ള ആളുകൾ ബഅ്ളുഹും, അവർ ചിലർ, ഔലാബി ബഅ്ളിൻ, ചിലരെക്കാളും കൂടുതൽ അടുത്തവരാണ്. ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ, മിനൽ മുഅ്മിനീന, വിശ്വാസികളെക്കാളും, വൽ മുഹാജിരീന, മുഹാജിറുകളെക്കാളും. അതായത് ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത്, മുഹാജിറുകൾ മദീനത്ത് ചെന്നപ്പോൾ ആ മുഹാജിറുകളെയും അൻസാറുകളെയും തമ്മിൽ ഒരു മുആഖാത്ത് നടത്തിയിരുന്നു. അതായത് നീ ഇന്ന ആളെ കൂടെ പോയിക്കോ, നിങ്ങൾ രണ്ടാളും സഹോദരന്മാരാണ്. നീ ഇന്ന ആളെ പോയിക്കോ, നിങ്ങൾ രണ്ടാളും സഹോദരന്മാരാണ്. അങ്ങനെ അവർ തമ്മിൽ സഹോദരിമാരാക്കിയിട്ട് ജോഡികളാക്കി അവർക്ക് തമ്മിൽ ബന്ധമുണ്ടാക്കി. എന്നിട്ട് ഇവരുടെ അനന്തരാവകാശം വരെ കൊടുക്കുന്ന ഒരു കാലഘട്ടം ഈ ഹിജ്റയുടെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ മക്കയിൽ നിന്ന് വന്ന ഏതോ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മദീനയിൽ വിശ്വാസിയായി എത്തി. അവരെ സ്വീകരിച്ച അൻസാറുകളുടെ കൂട്ടത്തിൽ ഒരാളെ ഈ മുഹാജിറായിട്ടുള്ള ആളുടെ സഹോദരനാക്കി മാറ്റി. ഓലുണ്ട് ജ്യേഷ്ഠാനുജന്മാരെ പോലെ അള്ളാഹ് നിശ്ചയിക്കുകയും, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ പോലെ നിശ്ചയിക്കുകയും, ഒരാൾ മരിച്ചാൽ സഹോദരന് കിട്ടുന്ന അനന്തരാവകാശം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന നിയമം ഉണ്ടായിരുന്നു. ആ നിയമം പിന്നീട് അത് ആദ്യകാലത്താണ്. അള്ളാഹു ഓരോ നിയമങ്ങളും ഘട്ടങ്ങളിലായിട്ടാണല്ലോ അത് കാരണം ആ അനന്തരാവകാശം കൊടുക്കുന്ന ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് മദീനത്ത് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ അങ്ങനെ ഇഴുകിച്ചേർന്ന് ആ ഒരു സാഹോദര്യ ബന്ധം ആദ്യകാലത്ത് ഊട്ടിയുറപ്പിക്കപ്പെട്ടത്. വലിയ ദീർഘകാലമൊന്നും ആകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിനെ തള്ളിയിട്ട് നബി ഏറ്റവും ബന്ധം തന്നെയാണ് മുഅ്മിനീങ്ങളോട്.
നബിൻ്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഉമ്മ തന്നെയാണ്. എന്നാൽ കുടുംബബന്ധമുള്ള ആളുകൾ ഉലുൽ അർഹാമി, കുടുംബബന്ധമുള്ള ആളുകൾ ഔലാബി ബഅ്ലുഹും ഔലാബി ബഅ്ദിൻ, ചിലരെക്കാളും അടുപ്പമുള്ളവരാണ് മിനൽ മുഅ്മിനീന, മറ്റു വിശ്വാസികളെക്കാളും, വൽ മുഹാജിരീന, മുഹാജിറുകളെക്കാളും. അതോടുകൂടി അൻസാരി മുഹാജിറിൻ്റെ അനന്തരാവകാശിയാകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരാവകാശിയാകുന്നത് ഇസ്ലാം വിരോധിക്കുകയും എന്നിട്ട് മുഅ്മിനീങ്ങൾ മുഹാജിറുകൾ അവർ ആരായിരുന്നാലും കുടുംബബന്ധമുണ്ടെങ്കിൽ അനന്തരാവകാശമാവാം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫ, ഇല്ലാ അൻ തഫ്അലൂ, നിങ്ങൾ വല്ലതും ചെയ്യുന്നതൊഴികെ, ഇലാ ഔലിയാഇക്കും, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, മഅറൂഫൻ, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും മഅറൂഫായിട്ട് എന്ന് പറഞ്ഞാൽ മര്യാദ പ്രകാരം നിങ്ങൾ വല്ലതും ചെയ്യുന്നെങ്കിലല്ലാതെ അവർക്ക് അനന്തരാവകാശമില്ല എന്നർത്ഥം. അതായത് ഈ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന രൂപത്തിൽ മുഹാജിർ അൻസാരിയെ അനന്തരാവകാശമെടുക്കുന്നു, അൻസാരി മുഹാജിറിന് അനന്തരാവകാശമെടുക്കുന്നു എന്നത് ദുർബലപ്പെട്ടു. ഇനി മുഹാജിർ മരിച്ചാൽ അയാളുടെ ഉലുൽ അർഹാം, ബന്ധുക്കൾ ആരാണോ അവരൊക്കെയാണ് അയാളുടെ സ്വത്ത്. അൻസാരി മരിച്ചാൽ അയാളുടെ ഉലുൽ അർഹാമിനാണ് അവരുടെ സ്വത്ത്. എന്നാൽ നിങ്ങൾ അത്രയധികം ബന്ധത്തിൽ ജീവിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളൊരാൾ മരിച്ചാൽ മര്യാദ പ്രകാരം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. കാരണം അനന്തരാവകാശം എടുത്തിരുന്നത് പെട്ടെന്നാണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫ, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, ഔലിയാ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ബന്ധുക്കൾ എന്നാണ്, നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് മഅറൂഫൻ, നല്ല നിലക്ക് വല്ലതും നൽകിയാലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇല്ലാ അൻ തതബറഊ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അടുത്ത സഹോദരങ്ങളായ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും സംഭാവനയായിട്ട് നല്ലതും വല്ലതും കൊടുത്താലല്ലാതെ അതിന് തെറ്റൊന്നുമില്ല. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, ഇത് വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്താ രേഖപ്പെടുത്തിയത്? അനന്തരാവകാശം ബന്ധുക്കൾക്കാണ്. എന്നാൽ അത്രത്തോളം ബന്ധമുള്ള മറ്റൊരു കുടുംബബന്ധമില്ലാത്ത എന്നാൽ മനുഷ്യബന്ധമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് അവന് വേണമെങ്കിൽ ദാനമായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് ദാനധർമ്മത്തിൻ്റെ കൂട്ടത്തിലാണ്, അതല്ലാതെ അനന്തരാവകാശ നിയമത്തിൽ പെടുകയില്ല. അതാണ് മസ്തൂർ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെടുക. സത്തർ എന്ന് പറഞ്ഞാൽ വരീന്ന്, സത്തർ വരീന്ന്, മസ്തൂർ എന്ന് പറഞ്ഞാൽ വരിയായി രേഖപ്പെടുത്തപ്പെട്ടത് എന്ന്. കാനദാലിക ഫിൽ കിതാബി മസ്തൂറ, അതാണ് സത്തർ എന്ന് പറഞ്ഞാൽ എഴുതിയ ഒരു വരിക്കാണ് സത്തർ എന്ന് പറയും. അതാണ് മറ്റേ ഈ സ്കെയിലിന് പറയൽ എന്താ, പണ്ട് മദ്രസയിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, മിസ്തൊറത്ത് എന്നാണ് പറയാം. മിസ്തറത്തും സ്കെയില്. കാരണം എന്താ, വരി വരച്ചുണ്ടാക്കാൻ, വരി ശരിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്കെയിൽ വെക്കൽ. അതുകൊണ്ട് മിസ്തറത്ത്, വരക്കുന്ന ഉപകരണം എന്നാണ്. അതാണ് മസ്തൂർ. കാനദാലിക ഫിൽ കിതാബി മസ്തൂറ, അത് രേഖയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് വരമൊഴിയാണ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലെ വരമൊഴിയാണ്. എന്ത്? ഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാബി ബഅ്ദിൻ, കുടുംബബന്ധമുള്ളവർക്കാണ് അനന്തരാവകാശമുള്ളത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫ. അത് സ്ഥാ ആണ്, മറച്ചു വെച്ചു എന്നല്ലേ. സത്തറ, മൻസത്തറ, സത്തറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. അതാണ്, അതിൽ നിന്നാണ് സിത്താർ, കർട്ടൻ. സത്താറെന്നും സിത്തീർ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ ഐബുകൾ, മനുഷ്യനിലുണ്ടാവുന്ന തെറ്റുകളും കുറവുകളും മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു മസ്തുർണി, അള്ളാഹുവെ എനിക്ക് നീ മറച്ചു വെക്കണേ എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തുള്ള എല്ലാ കുറ്റവും കുറവൊക്കെ പഠിച്ചവൻ പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നീച്ചടക്കാൻ കഴിയില്ല, തലവണ്ടിച്ച് നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവാണ് സത്താർ എന്ന് പറയും. അത് സീന് താ റാ. മറ്റത് സീന് ത്വാ റാ, സ്വത്തറ എന്ന് പറഞ്ഞാൽ
വരച്ചു എന്നാണ്. വരച്ചു. നമ്മൾ വരമൊഴി എന്നുള്ളതിനാണ് അതിന് മസ്തൂർ എന്ന് പറയും. മസ്തൂർ. പിന്നെ അപ്പോൾ ആ വിഷയം കഴിഞ്ഞു. ഇനി വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസ ഇബ്നു മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ. വഇദ് അഖദ്നാ, നാം വാങ്ങിയ സന്ദർഭം. അഖദ എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങിയെന്ന്. പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് ഇങ്ങോട്ട് വാങ്ങി പിടിച്ചെടുത്തു. മിനൻ നബിയ്യീന, നബിമാരിൽ നിന്ന് മീസാഖഹും, അവരുടെ കരാറ് വാങ്ങിയ സന്ദർഭം നീ ഓർക്കണം. എല്ലാ നബിമാരിൽ നിന്നും അല്ലാഹു തആല ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. ആ കരാറ് എന്താണ് എന്നത് മുഫസ്സിറുകൾ പറയുന്നത്, അള്ളാഹു ഏൽപ്പിച്ച ഈ റിസാലത്ത് ദൗത്യം മനുഷ്യ സമൂഹത്തിന് എന്ത് ത്യാഗം സഹിച്ചാലും പറഞ്ഞു കൊടുത്തേ തീരൂ. അതിൻ്റെ മുമ്പിൽ മരണം വരെ, പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ മരണമോ ഒക്കെ ഉണ്ടായാലും ഈ ദീന് മറച്ചു വെക്കരുത് എന്ന ഒരു കരാറ്, മീസാക്ക്, ഉടമ്പടി എല്ലാ നബിമാരിൽ നിന്നും അള്ളാഹു വാങ്ങി. അതുകൊണ്ടാണ് എത്രയോ കഷ്ടപ്പാടുണ്ടായിട്ടും നബിമാർ അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിന്നത്. അതാണ് പറയുന്നത് ഇത് അഖദ്നാ മിനൻ നബിയ്യീന, നബിമാരിൽ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങിയ സന്ദർഭം, മീസാഖഹും, അവരുടെ കരാറുകളെ, വമിൻക, നിന്നിൽ നിന്ന്. അപ്പം നബിമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു, ലക്ഷത്തിൽ പരം നബിമാരൊക്കെ പെട്ടു. ആ നബിമാരിൽ നിന്ന് കുറച്ച് ആളുകളെ വേറിട്ട് കണ്ട് അല്ലാഹു തആല പറഞ്ഞു. അതാരാണ്? വമിൻക, നിന്നിൽ നിന്നും, എല്ലാ നബിമാരിൽ നിന്നും, നിന്നിൽ നിന്നും, വമിൻ നോഹിൻ, നോഹ് നബിയിൽ നിന്നും, ഇബ്രാഹീമ, ഇബ്രാഹീമിൽ നിന്നും, മൂസ വഈസ ഇബ്നു മറിയം, മൂസയിൽ നിന്നും, മറിയമിൻ്റെ പുത്രൻ ഈസയിൽ നിന്നും. ആ ഈസാ നബിനെ പറ്റി പറയുമ്പോൾ മൂസബിന് ഇമ്രാൻ എന്ന് പറയില്ല, എന്നാൽ മറിയമിൻ്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഈസാ നബി പിതാവില്ലാതെ ജനിച്ചതാണ്, ദൈവത്തിൻ്റെ മകനല്ല, മറിയം എന്ന മനുഷ്യപുത്രിയുടെ മകനാണ് എന്ന് കണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈസാ നബിനെ പറ്റി പറയുമ്പോൾ ഈസബിന് മറിയം എന്ന് അധിക സ്ഥലങ്ങളിലും ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. മറ്റു നബിമാരെ പറ്റിയേ പറഞ്ഞല്ലോ, ഉമ്മാൻ്റെ പേരോ വാപ്പാൻ്റെ പേരോ പറഞ്ഞല്ലോ. മുഹമ്മദ് നബി, ഇബ്രാഹിം നബി, ഇബ്രാഹിം ഇബ്നു ആസർ എന്ന് പറയണില്ല. അതുപോലെ നോഹ് നബിൻ്റെ പിതാവെന്തോ ആരോ പേര് ഓർമ്മയില്ല, അത് പറയണില്ലല്ലോ. എന്നാ മറിയമിൻ്റെ ഉമ്മൻ്റെ പേര് പറയുന്നത് എന്തിനാ? അത് മറിയം, ഈസാ നബിയുടെ ഉമ്മൻ്റെ പേര് പറയുന്നത്, മറിയമിനെ പറയുന്നത് ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ല, അത് മനുഷ്യപുത്രിയായ മറിയമിൻ്റെ മകൻ ഈസയാണ്, ദൈവപുത്രനല്ല എന്ന് സ്ഥാപിക്കാനാണ്. അപ്പോൾ എല്ലാ നബിമാരിൽ നിന്നും കരാറ് വാങ്ങി. അതിൽ നിന്ന് 5 നബിമാരെ വേറിട്ട് പറഞ്ഞു. ഈ 5 നബിമാർക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. നല്ല മനക്കരുത്തുള്ളവർ. അസ്മ് എന്ന് പറഞ്ഞാൽ അസീമത്ത്, നല്ല മനക്കരുത്തുള്ള നബിമാർ. അത് ഇവിടെ ആദ്യം മുഹമ്മദ് നബിയെയാണ് പറഞ്ഞത്, കാരണം അമ്പിയാക്കന്മാരിൽ ശ്രേഷ്ഠൻ, ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള നിലക്ക്. പിന്നീട് ആ കാലത്തിനനുസരിച്ച് ക്രമം പറഞ്ഞു. നോഹ് നബി, ഇബ്രാഹിം നബി, പിന്നെ മൂസാ നബി, ഈസാ നബി. അത് നേരെ ക്രമത്തിലാണ് വരുന്നത്. നോഹ് നബിൻ്റെ എത്രയൊക്കെ പിന്നീട് മക്കളായിട്ടാണ് ഇബ്രാഹിം നബി വരുന്നത്. ഇബ്രാഹിം നബിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് മൂസാ നബി, പിന്നെ ഈസാ നബി, പിന്നെ ആ തലമുറയിലാണ് ഇബ്രാഹിം നബിയുടെ മക്കളായിട്ടാണ് വേറൊരു ബ്രാഞ്ചിൽ കൂടിയാണ് മുഹമ്മദ് നബി വരുന്നത്. പക്ഷേ മുഹമ്മദ് നബി മറ്റാരേക്കാളും അഷ്റഫ് ആയതുകൊണ്ട്, സയ്യിദുൽ മുർസലീൻ ആയതുകൊണ്ട്, വമിൻക, നിന്നിൽ നിന്ന്. അപ്പം ഉലുൽ അസ്മുകൾ ആരാണ്? നമ്മൾ കാലഗണന അനുസരിച്ച് പറയുകയാണെങ്കിൽ നോഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സ്ഥാനഗണന അനുസരിച്ച് പറയുകയാണെങ്കിലോ മുഹമ്മദ് നബി, ഇബ്രാഹിം, അതുപോലെ നോഹ്, പിന്നെ ഇബ്രാഹിം. ഇനിയിപ്പോൾ അതിലും സ്ഥാനഘടന അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇബ്രാഹിം നബിക്കാണ് നോഹ് നബി അലൈഹി സ്വലാമിനേക്കാളും അബുൽ അംബിയ എന്നുള്ള സ്ഥാനമുള്ളത്. ആവട്ടെ,
അപ്പോൾ വ അഖദ്നാ മിൻഹും, എന്നിട്ട് പറഞ്ഞു വ അഖദ്നാ മിൻഹും, അവരിൽ നിന്ന് നാം വാങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ആവർത്തി പറയാം, വൈദ അഖദ്നാ മിനൻ നബിയീനാൻ എന്ന് പറഞ്ഞു, നബിമാരിൽ നിന്ന് ഞാൻ വാങ്ങി. എന്നിട്ട് ഒന്നുകൂടി പറയാം, വ അഖദ്നാ മിൻഹും, അവരിൽ നിന്ന് നാം വാങ്ങിയിരിക്കുന്നു മീസാഖൻ ഗലീള, ഒരു കടുകടുത്ത കട്ടിയുള്ള കരാറ്, ഉടമ്പടി. സാധാരണ ഉടമ്പടിയല്ല, ഒരിക്കലും തെറ്റിച്ചു പോകാത്ത, ഒരിക്കലും അറ്റുപോകാത്ത, മുറിഞ്ഞു പോകാത്ത ഒലീലായ പരുപരുത്തത് എന്ന്. ഒലീൽ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്, പരുപരുത്തത് എന്നൊക്കെയാണ് ഒലീലിൻ്റെ അർത്ഥം. അതെ, അതാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലും 2 സ്ഥലത്താണ് അള്ളാഹു തആല മീസാഖുൻ ഒലീൽ എന്ന് പറഞ്ഞത്. ഒന്ന്, നബിമാർ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ ഒരു കാരണവശാലും ഈ റിസാലത്ത് കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കടുകടുത്ത കരാറ് വാങ്ങി. അതാണ് ഇവിടെ. ഇനി വ അഖദ്ന മിൻകും മീസാഖൻ ഗലീള, സൂറത്തു നിസായിലുണ്ട്. വ അഖദ്ന മിൻകും മീസാഖൻ ഗലീള, ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് ഒരു കടുകടുത്ത കരാറ് വാങ്ങി. രണ്ടിനും ഒരേ പദപ്രയോഗമാണ്. അത് കുറിക്കുന്നത് എന്താണ്? ഒരിക്കലും കൈവിടാത്ത കരാറാണ് നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചു എന്ന് ഭാര്യയായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയെ സംരക്ഷിക്കേണ്ട ബാധ്യത, ഒരു ഭാര്യയോട് പെരുമാറേണ്ട ബാധ്യത പ്രവാചകന്മാർക്ക്, അവർക്ക് അല്ലാഹു തആല അവരെ ഏൽപ്പിച്ച റിസാലത്തിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കടുകടുത്തതെന്ന പോലെ തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതോടുകൂടി ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ടെന്ന ഒരു സൂചന ആ പദപ്രയോഗത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ്. എന്തു ത്യാഗം സഹിച്ചാലും, അവളിൽ എന്തൊരു കുറ്റങ്ങൾ കണ്ടാലും കുറവ് കണ്ടാലും അതിനെ പരിഹരിച്ച് നന്നായി കൊണ്ടുപോയി. ഇന്നത്തെ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സമൂഹം പൊതുവെ എല്ലാവരും വളരെ പിന്നിലായി മാറുകയാണ്. ഒരു ഊക്കിനാണ് കല്യാണം കഴിക്കും, എന്നിട്ടൊരാഴ്ച 2 ആഴ്ച 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ പൊയ്ക്കോ എന്ന് പറയും. അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 കൊല്ലം 4 കൊല്ലം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം ബന്ധം നിലനിർത്തും. എന്നിട്ട് അവസാനം ആ കല്യാണം ആണ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തെറ്റിപ്പോകും. എന്താ ഇജ്ജ് പോയിക്കോ, കഴിച്ചാൽ പിന്നാണ്ട് ഇറങ്ങിപ്പോയില്ലേ. എത്ര ലളിതമാണ് യഥാർത്ഥത്തിൽ തലാഖ് ഇന്നുള്ളത്. നേരെ മറിച്ച് അതല്ല. ഒരു കാരണവശാലും പെണ്ണിനെ കൈവിടാതെ അവളിലുള്ള കുറവുകൾ നികത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂട്ടിപ്പിടിക്കണം എന്ന ഒരു സന്ദേശം സൂറത്തു നിസായിലെയും സൂറത്തു അഹ്സാബിലെയും ഈ 2 മീസാഖുൻ ഗലീൾ എന്ന പദപ്രയോഗത്തിൽ കൂടി നമുക്ക് അല്ലാഹു സൂചന നൽകുന്നുണ്ട്. ഇനി ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമാ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ കരാറുകളൊക്കെ വാങ്ങിയത്? ലിയസ്അല സ്വാദിഖീന, സത്യമായി കൈകാര്യം ചെയ്തവർക്ക്, സത്യവാന്മാരോട് ചോദിക്കുവാൻ, അൻ സിദ്ഖിഹിം, അവരുടെ സത്യത്തെപ്പറ്റി. അതായത് നിങ്ങൾ ചെയ്തോ? ചെയ്തു. നിങ്ങൾ അമ്പിയാക്കന്മാരുടെ കൽപ്പനകൾ അല്ല അള്ളാഹുവിൻ്റെ റിസാലത്ത് നിറവേറ്റിയോ? നിറവേറ്റി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ കരാറ് വാങ്ങിയത്. എല്ലാ നബിമാരോടും അല്ലാഹു തആല അങ്ങനെ ചോദിക്കും. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ, നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയും എന്നിട്ട് അവർ ബലാ, അതേ നബി നിങ്ങൾ എത്തിച്ചു തന്നു എന്ന് പറയുകയും നബി ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, പഠിച്ചവനെ എൻ്റെ അനുയായികളിതാ ഞാൻ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നതിന് അവർ അംഗീകരിച്ചു, നീ സാക്ഷിയാവണമെന്ന് പറഞ്ഞു. അപ്പം എന്താണ്? സാദിഖീങ്ങൾ, സത്യസന്ധമായി ആ മീസാഖുൻ ഗലീൾ നിറവേറ്റിയ ആളുകളോട് അതിനെപ്പറ്റി ചോദിക്കാൻ. അപ്പോൾ നമുക്കൊക്കെ ആ സത്യസന്ധത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ തബ്ലീഗ്, ആ ദീന് മറ്റുള്ളവർക്ക് കഴിയുന്ന പോലെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. അതാണ് ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം
വഅഅദ്ദ ലിൽ കാഫിരീൻ, നിഷേധികൾക്ക് അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ. അഅദ്ദ ഒരുക്കി വെച്ചു, ഉദ്ദത്ത് ഒരുക്കം, ഉദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരുക്കം, ഒരു സജ്ജീകരണങ്ങൾക്കാണ് ഉദ്ദത്ത് എന്ന് പറയുക. അഅദ്ദ ഒരുക്കി വെച്ചു, സജ്ജീകരിച്ചു കാഫിറുകൾക്ക് അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ. ഇനി നമ്മൾ ഈ സൂറത്തിൻ്റെ പേരുണ്ടല്ലോ അഹ്സാബ് എന്ന ആ പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ. ഉദ്കുറു ദക്കറ യദ്കുറു, അപ്പോൾ ഉദ്കുർ, അതാ നസറ യൻസുറു ഉൻസുർ. നേരെ മറിച്ച് ലറബ യളിരിബു, അപ്പം എന്താ പറയുക? ഇളിരിബ്, ഇളിരിബ് കസ്റ പറയാം, ഇളിരി യളിരിബു, ഇളിരിബ്. യദ്കുറു ഉദ്കുർ. ഖറഅ യഖ്റഉ, ഫതഹ ആയാലും കസ്റനാണ് ഇഖ്റ. അപ്പം യാ അയ്യുഹല്ലദീന ആമനു സ്കുറൂ, വിശ്വാസികളെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ. ഇതൊരു പ്രത്യേക അനുഗ്രഹത്തിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഈ തത്വം എല്ലാത്തിനും ബാധകമാണ്. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ ഓർക്കണം. എന്താണ് ഇവിടെ പറഞ്ഞ നിയമത്ത്? ഇത് ജാഅത്തുക്കും ജുനൂദുൻ, നിങ്ങളുടെ അടുക്കലേക്ക് സൈന്യങ്ങൾ വന്നപ്പോൾ. ജുനൂദ്, ജുന്ദ് സൈന്യം, ജുന്ദിയ് എന്ന് പറഞ്ഞാൽ സൈനികൻ, പട്ടാളക്കാരന് ജുന്ദിയ് എന്നാണ് പറയുക. ജുന്ദുൻ എന്ന് പറഞ്ഞാൽ ഒരു സൈനിക വ്യൂഹം, ജുനൂദുൻ സൈന്യങ്ങൾ, പല സൈനിക കൂട്ടങ്ങൾ. ഇത് ജാഅത്തുക്കും ജുനൂദുൻ, നിങ്ങളുടെ അടുക്കലേക്ക് സൈന്യങ്ങൾ വന്നു. ഫഅർസൽനാ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ നാം അയച്ചു. റീഹൻ, ശക്തമായ കാറ്റ്. രീഹി എന്ന് പറഞ്ഞാൽ കാറ്റ്. റീഹൻ ശരീരത്തൻ എന്നൊരാശയം അവിടെയുണ്ട്. കാരണം സൈന്യങ്ങളുടെ നേരെ വെറും കുളിർക്കാറ്റ് അയച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരെ നശിപ്പിക്കുന്ന കാറ്റാണ്. അഹ്സാബ് യുദ്ധം കലാശിച്ചത് കാറ്റിൽ കൂടിയാണ്. സൽഅ് പർവ്വതത്തിൻ്റെ സൈന്യങ്ങൾ മദീനയുടെ നേരെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽഅ് പർവ്വതത്തിൻ്റെ, ഒരു മലയുടെ ഇപ്പുറത്ത് കാണുന്ന മറ്റൊരു മലയാണ് സൽഅ് പർവ്വതം. സൽഅ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പോയിട്ട് ആ പർവ്വതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കിടങ്ങു കീറി എന്നാണ് പറയുന്നത്. ആ കിടങ്ങിൻ്റെ ഉള്ളിലിരുന്നു. അപ്പോൾ പിൻഭാഗത്ത് പർവ്വതമാണ്, അവിടെ അമ്പെയ്ത്തുകാരെ വെച്ചു. അതിലുണ്ട് ശത്രുക്കൾക്ക് കയറി വരാൻ പറ്റില്ല. മുന്നിൽ കിടങ്ങാണ്. അവിടെ ദ്വന്ദ്വയുദ്ധമായിരുന്നല്ലോ. അപ്പോൾ കുതിരയും ഒട്ടകവും ഒന്നും ആ കിടങ്ങ് ചാടിക്കടക്കൂല. അപ്പോൾ പെട്ടെന്ന് കണ്ട് കയറി വരൂല. അങ്ങനെ ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കിടങ്ങിൻ്റെ അപ്പുറത്ത് സൽഅ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കഴിച്ചുകൂട്ടി. അതാണ് ഖന്തഖ്. ഖന്തഖിൻ്റെ അവിടെ പോയാൽ ആ ചരിത്ര സ്മരണകൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ആ കിടങ്ങുള്ള സ്ഥലം തൂർത്ത് ഇന്ന് നല്ല സിറ്റിയായി മാറിയിട്ടുണ്ടെങ്കിലും സൽഅ് പർവ്വതം ആ പഴമയെ വിളിച്ചോതിക്കൊണ്ട് ഇന്നും അവിടെ കാണാം. അവിടെ സബഉ മസാജിദ് എന്ന് പറയുന്ന പള്ളികളുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചിട്ട് ഒരൊറ്റപ്പള്ളിയാക്കി. അങ്ങനെ കുറേ മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇപ്പോൾ നബിമാരുടെ ഒക്കെ ഒരു നോക്കുകയാണ് നിങ്ങൾ. നബിമാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച കിടക്കുന്ന ഖബറല്ലാതെ വേറെ ലോകത്ത് ഒരു നബിൻ്റെ ഖബറും കൃത്യമായി എക്സാക്റ്റായിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു തആല ആസാറുകൾ സംരക്ഷിച്ചിട്ടില്ല. ഒന്നാമത് ഖബർ ഒരു മനുഷ്യൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടതല്ല എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, അതെങ്ങാനും സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ എത്രയോ 7 സ്ഥലത്തേറ്റ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറാറിന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറാന്ന് പറയുന്നത് മൗണ്ട് നിപ്പോയിലാണ് മൂസാ നബിൻ്റെ ഖബർ എന്നാണ് ചരിത്രത്തിൽ ഒന്നുള്ളത്. മൗണ്ട് നിപ്പോ
മറ്റൊന്ന് ഫലസ്തീനിലേക്ക് പോകേണ്ട വഴിയിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറാന്നും പറഞ്ഞ് വലിയ കെട്ടിടങ്ങളും വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും സംരക്ഷിച്ചില്ല. മുഹമ്മദ് നബിൻ്റേത് ആ ഖബർ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അതിനെ ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നബിയുടെ കാൽപ്പാടുകൾ അടങ്ങുന്ന ഈ പ്രദേശങ്ങളൊക്കെ. അത് അങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ ബർക്കത്തുമായിട്ട് പോകില്ലേ. അപ്പോൾ അവിടെ ആ ആസാറുകൾ അവർ സംരക്ഷിക്കാതിരിക്കുന്നത്, എന്നാൽ അവരുടെ ആർക്കിയോളജിക്കൽ വകുപ്പൊക്കെ മക്കയും മദീനയിലും ആ ആസാറുകൾ ശരിക്കും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവരുടെ മാപ്പുകളിൽ അവിടെയുള്ള ചില പണ്ഡിതന്മാരോടൊക്കെ കൂട്ടി നമ്മൾ ആ സ്ഥലങ്ങൾ ചോദിച്ചാൽ ഇന്നയിടത്ത് കൂടിയാണ് നബി ഹിജറ പോയപ്പോൾ വിശ്രമിച്ച് ഇന്നയിടാണ്, ഇന്നയിടത്താണ് നബി നിസ്കരിച്ചത്, ഇന്നയിടത്താണ് നബി ഇരുന്നത് വിശ്രമിച്ചത്, ഇന്നയിടത്ത് നബി പിന്നെ പ്രസംഗിച്ചു, മസ്ജിദുൽ ഇജാബ, അങ്ങനെയൊക്കെയുള്ള ഒരു അടയാളങ്ങളുണ്ട് അവിടെ. അവരുടെ അടുക്കൽ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ അടുക്കൽ എല്ലാ അടയാളങ്ങളും. പക്ഷേ നമുക്കത് തിരിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിപ്പോൾ തായിഫിലൊക്കെ പഴയിലേക്ക് കൊണ്ടുവരുന്നത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ടാകും. ഇനി ഇപ്പോൾ ഈ മുത്തഹഫ് മക്കയ മ്യൂസിയത്തിലൊക്കെ പോയി നോക്കിയാൽ കുറേ ഈ ഇതുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. പിന്നെ സംരക്ഷിക്കാതെ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവം? ഇപ്പോൾ 90കളുടെ ആദ്യത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്ന മക്തബത്തു മക്ക ലൈബ്രറി, ആ സഫാ മർവൻ്റെ ബാക്കിലുള്ള അത് സിമൻ്റെന്ന് ഒരു തലം കുമ്മായിട്ട് കാണായിരുന്നു അതിൻ്റെ തറയൊക്കെ. എന്നിട്ട് ഈ പിന്നെ റിയാലുണ്ടോ നാണയവും താക്കോലൊക്കെ വെച്ച് അത് കുത്തി ഇതാക്കി ആ സിമൻറ്റിൻ്റെ പൊടിയൊക്കെ എടുത്ത് അത് കൊണ്ടുപോയി പൊതിഞ്ഞു കൊണ്ടുപോകലും ഒക്കെ ഉണ്ടായിരുന്നു. കഅബൻ്റെ ആ കരിങ്കല്ലുമൽ വരതിയിട്ട് പിന്നെ വല്ല പൊടിയും കിട്ടുമോ നോക്കിയിരുന്നു ആളുകൾ. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ അവിടെ. ആ കില്ലല്ലേ, ആ കില്ലൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് ഒക്കെ തിരക്കാവുമ്പോൾ ആ കില്ല അയിമന്ന് വല്ല നൂലിൻ്റെ കഷ്ണം കിട്ടുമോ വിചാരിച്ചുകൊണ്ട് കൊണ്ടടക്കലുണ്ട്. അപ്പോൾ ഇതിന് ആസാർ ഇങ്ങനെ തന്നെ നിൽക്കലായിരിക്കും നല്ലത്. അതുപോലെ തന്നെയാണ് സബോ മസാജിദ് എന്ന് പറയുന്ന ആ പള്ളികളിലൊക്കെ പോയി ആളുകൾ പ്രത്യേകം നിസ്കരിക്കലും മറ്റുമൊക്കെ അവിടെ പോയി കണ്ട് മര്യാദയ്ക്ക് ഈ ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഇവിടെയൊക്കെ പോയി കണ്ട് ആ പൊളിഞ്ഞു കെട്ടിയ പള്ളികളിലൊക്കെ നിസ്കരിച്ചിരുന്നു. അതൊക്കെയാണ് അവിടുത്തെ ഒരു സ്ഥിതി. മനുഷ്യൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണല്ലോ. ആവട്ടെ, ആ കല്ല് മറുവൻ്റെയും സഫാ മറുവൻ്റെ മുകളിലുള്ള കല്ല് പാറ അയിമൽ കുമ്പിട്ട് അയിമ നക്കി തുടച്ച് അതുപോലെ ഇതൊക്കെ ചെയ്തിട്ട് അയിമലൊരു തരം പ്ലാസ്റ്റിക് ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ടിങ് നടത്തിയിക്കാണ്. അത് കിട്ടാത്ത വിധത്തിൽ. ആയിക്കോട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅത്തുക്കും ജുനൂദുൻ ഫഅർസൽനാ. അപ്പോൾ ആ യുദ്ധം അവസാനിച്ചത് അങ്ങനെയാണ്. ആ കിടങ്ങിൻ്റെ ഒരു മാസത്തോളം നിന്നു. ആ 10,000-ത്തിലധികം അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളും യഹൂദ് സംഘങ്ങളും ഒക്കെ മുനാഫിക്കുകളടക്കം അവിടെ അപ്പുറത്തുണ്ടായിരുന്നു ശത്രുപക്ഷത്ത്. നബിയുടെ കൂടെ 3000-ൻ്റെ താഴെ ആളുകളാണ്, 3000 ആളുകളാണെന്നും അതല്ല 3000-ൻ്റെ എത്രയോ താഴെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും അവരാരും രേഖപ്പെടുത്തിയതല്ലല്ലോ, പിൽക്കാലത്ത് രേഖപ്പെടുത്തിയതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷവും ഭൂരിപക്ഷവും കൂടി ഉണ്ടായ യുദ്ധത്തിൽ അവസാനം അവരെ പിരിച്ചുവിടാൻ അവർ പോകുന്നില്ല. ഇവരിതിൻ്റെ ഉള്ളിലാണ്. അവർക്ക് ഭക്ഷണം പോലും കിട്ടാനുള്ള മാർഗ്ഗമില്ല. സല്ലുമലയുടെ താഴ്വരയിൽ ഭക്ഷണം കിട്ടാൻ ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൊണ്ടുപോയിട്ട് നബിക്ക് മാത്രം കുറച്ച് സഹാബിമാർക്കും ഭക്ഷണം ഉണ്ടാക്കി. നബി പറഞ്ഞു, ആ ഭക്ഷണം അടുപ്പത്തുനിന്ന് വിളമ്പണ്ട, എല്ലാവരും പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ നബി പോയിട്ട് വിളമ്പിക്കൊടുത്ത് എല്ലാ സഹാബിമാർക്കും ജാബിറിൻ്റെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് അക്ഷയ ഖനി പോലെ അതിൽ ഭക്ഷണം ഉണ്ടായി മൊയ്ജിസത്തൊക്കെ ആയിട്ട് ചരിത്രത്തിൽ കാണാം. പിന്നെ അവസാനം ഇവർ പിരിഞ്ഞു പോകാതിരുന്നപ്പോൾ മുഹമ്മദ് നബിയെ ഈ മലയിടുക്കിലിട്ട് കൊല്ലണം എന്ന് തീരുമാനിച്ച് അവർ ഉപരോധിച്ചപ്പോൾ വലിയ ശക്തമായ റീഹുൻ ഷദീദ, കഠിനമായ കാറ്റ് അയച്ചുകൊണ്ടാണ്
അള്ളാഹു താല അവരെ നശിപ്പിച്ചത്. കാറ്റടിച്ച് മഴയും കാറ്റും വന്നിട്ട് അവർ ആ കാറ്റിൻ്റെ ശക്തിയിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോയി എന്നാണ്. അതാണ് അർസൽന അലൈഹിം റിയാൻ, അവരുടെ നേരെ നാം കാറ്റിനെ അയച്ചു. വ ജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത ജുന്തുകളെയും സൈന്യങ്ങളെയും, അത് മലക്കുകളായിരുന്നു ബദറിലൊക്കെ ഉണ്ടായ പോലെ. വ ജുനൂദല്ലം തറൗഹ വകാനല്ലാഹു ബിമാ തഅമലൂന ബസീറ, അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കൃത്യമായി കാണുന്നവനായിരിക്കുന്നു. ബസീറ, കാഴ്ചയുള്ളവനായിരിക്കുന്നു. ഇനി ഇത് ജാഊക്കും ആ ശത്രുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ, മിൻ ഫൗക്കിക്കും നിങ്ങളുടെ മുകൾ ഭാഗത്ത് കൂടി, ഒമിൻ അസ്ഫലമിൻകും നിങ്ങളുടെ താഴ്ഭാഗത്ത് കൂടിയും, അതായത് മദീനയുടെ മദീനയുടെ മുകളിൽ കൂടിയും മദീനയുടെ മറ്റൊരു ഭാഗത്ത് താഴെ ഭാഗത്ത് കൂടിയും വന്നു. ഇത് സാഗത്തിൽ അബ്സാർ, കണ്ണുകൾ തെറ്റിപ്പോയി, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. സാഗത്തിൽ അബ്സാർ, ഭയം കൊണ്ട് കണ്ണുകൾ തള്ളിപ്പോയി, കണ്ണുകൾ തെറ്റിപ്പോയി. വ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തി. പേടിച്ചാലുണ്ടാകുന്ന ഒരു അനുഭവമാണ് പറയുന്നത്. ബലഗൽ ഖൽബു ഹൽ അഞ്ചറ എന്ന് പറഞ്ഞാൽ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തി എന്ന് പറഞ്ഞാൽ ആകെ പേടിച്ച് വരണ്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓ ബലഗത്തിൽ ഖുലൂബുൽ അനാജിർ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിയാണ്. അപ്പോൾ ഹൃദയം സ്ഥാനം തെറ്റി തൊണ്ടക്കുഴിയിലെത്തി എന്നുള്ളത് പേടിയുടെ ഒരു അതിശക്തമായ പേടിയുടെ ഒരു സിമ്പലായിട്ട് പറയുന്നൊരു പദപ്രയോഗമാണ്. ഓ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തി. ഓ തളുന്നൂന, നിങ്ങൾ വിശ്വാസികളോടെ പറയുന്നത് യാജുലദിനാമനോ എന്നല്ലേ. ഓ തളുന്നൂന ബില്ലാഹി, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നു. അല്ലുനൂന, പലതരത്തിലുള്ള വിചാരങ്ങളും. ഒരു മാസം കഴിയാണ്, വെള്ളം തിന്നാനില്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ എന്താതൊന്നും പൂർത്തിയാകാത്ത അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം എന്ന് പറഞ്ഞാൽ പടച്ചോൻ നമ്മളെ സഹായിക്കൂലേ, എന്താ പടച്ചോൻ്റെ സഹായം വരാത്ത, മത്താ നസ്റുല്ലാ, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ഒരു സന്ധ്യ നബി സഹായിക്കാത്തത്. എവിടെ നബി, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൂടി, എന്താ നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ, അള്ളാഹ് എന്തുകൊണ്ട് നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള വതളുന്നൂന, ലന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു. വതളുന്നൂന ബില്ലാഹി ളുനൂന, അള്ളാഹുവിനെ പറ്റി പല വിചാരങ്ങളും നിങ്ങൾ വിചാരിച്ചു തുടങ്ങി. ഹുനാലിക്ക, അവിടെ വെച്ച്, ആ ഒരു ദുരന്ത ഭൂമിയിൽ വെച്ച്, ഉബ്തുലിയൽ മുഅ്മിനൂൻ, അതാ ഇബ്തല യബ്തലി, അതാണ് ഉബ്തുലിയ, പരീക്ഷിക്കപ്പെട്ടു. ഹംസ സൈലൻ്റ് ആയിരിക്കും കൂട്ടി ഓതുമ്പോൾ. അപ്പോഴെങ്ങനെ പറയാ, ഹുനാലിക ഇബ്തുലിയൽ മുഅ്മിനൂൻ, അവിടെ വെച്ച് ആ ഒരു അപകടഘട്ടത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. സിൽസാലൻ ഷദീദ, അതിശക്തമായ വിറപ്പിക്കൽ, അതിശക്തമായി അവരെ അല്ലാഹു തആല ഒന്ന് വിറപ്പിച്ച് കളഞ്ഞു. മുഅ്മിനീങ്ങളുടെ വിറപ്പിച്ചു, പേടിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കടുകടുത്ത പരീക്ഷണങ്ങൾ, ഇത് നബി കൂടെ ഉണ്ടായിട്ടാണ് ഇപ്പത്. നബിയുടെ കൂടെയുള്ള ആളുകൾ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് നബിയും സഹാബിമാരും. അതിനേക്കാളും വലിയ ഷെയ്ഖുമാരും ഔലിയാക്കന്മാരും ഇല്ലല്ലോ. അവരൊക്കെ ഉണ്ടായിട്ട് പോലും, അവരുടെ പ്രാർത്ഥനകൾ ഉയർന്നു പോയിട്ട് പോലും അവർ ഉബ്തുലിയൽ മുഅ്മിനൂൻ, ആ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ഷദീദ, അതിശക്തമായി അവർ വിറപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായി. ഇത് ഖന്തഖ് യുദ്ധമാണ് ഈ പറഞ്ഞത്. അതാണ് ഈ സൂറത്തിൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് അടുത്തതിലെടുക്കാം. ഏതായിരുന്നാലും ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അതൊക്കെയാണ്. നമ്മളും ചിലപ്പോൾ പരീക്ഷിക്കപ്പെട്ടേക്കാം, പതറിപ്പോകരുത്, ഉറച്ചു നിൽക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബിത്ത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി പ്രാർത്ഥിക്കാറുള്ളതൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.